ഭാഗത്തുമുള്ള ഭക്തജനങ്ങൾ, പൂരാസ്വാദകർ അവർ ആഘോഷത്തിൻ്റെ വാനോളമുയരുന്ന പൂരാവേശത്തിൽ മുങ്ങി നീറുകയാണ്. പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം അല്പ നിമിഷങ്ങൾക്കകം ആരംഭിക്കും. പ്രസിദ്ധമായ ഈ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ആരംഭം പാറമേക്കാവ് നടയിൽ നിന്നാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിക്കുമ്പോൾ 16 അക്ഷത്തിലുള്ള ചെമ്പട തുടങ്ങുന്നു. മതിൽക്കകത്ത് ഒരു പ്രദക്ഷിണം കഴിഞ്ഞ് പാറമേക്കാവിൻ്റെ ഗോപുരത്തിന് പുറത്തെത്തുമ്പോൾ 15 ആനകൾ ഇവിടെ നിരക്കും. ആ എഴുന്നള്ളിപ്പിന് മുൻപിൽ 16, 8 വീതം അക്ഷരത്തിലുള്ള ചെമ്പടയുടെ 2 കാലങ്ങളും കൊട്ടിത്തീർന്ന് കലാശിക്കും. ഇനി പാണ്ടിയുടെ തുടക്കത്തിലുള്ള കൊലുമ്പൽ, ഇതിന് ചെണ്ട, ഇലത്താളം, കൊമ്പ്, കുറുങ്കുഴൽ എല്ലാത്തിനും ഇതിന് മുഖ്യ പങ്കുകളുണ്ട്. കൊലുമ്പൽ കഴിഞ്ഞാൽ പതികാലം. കുറുങ്കാടൽ വാദകർക്ക് ഏറെ വായിക്കാൻ ഇവിടെ അവസരമുണ്ട്. ആദ്യ കലാശം കഴിഞ്ഞാൽ എക്സിബിഷൻ സ്റ്റാളിന് മുൻപിൽ ഒരു കലാശം. പിന്നെ വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരം വഴി ഇലഞ്ഞിച്ചോട്ടിലേക്ക് വരുന്നു. ഇലഞ്ഞിച്ചോട്ടിൽ മേളം എത്തുമ്പോൾ 2 മണി കഴിയും. ആ സമയമാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. മേളം ക്രമേണ മുറുകുന്നു. തുറന്നു പിടിച്ച കാലം, മുട്ടിന്മേൽ കയറിയ കാലം, 7 അക്ഷരത്തിലുള്ള അവസാന കാലം. തുറന്നു പിടിക്കുമ്പോഴേക്കും ആസ്വാദകരുടെ കൈകൾ ആകാശത്തിലേക്ക് ഉയരും. ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ഇരമ്പത്തിനൊത്ത ജനസഞ്ചയം ഇളകിയാടും ചെണ്ടകളും കുറുങ്കുഴലുകളും ഇലത്താളവും ചേർന്ന് ഇലഞ്ഞിത്തറയിൽ മഹാഗോപുരം തീർക്കുന്ന ആ കാഴ്ചയ്ക്ക് അല്പനിമിഷം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. തൃശ്ശൂർ പൂരനഗരത്തിൽ വടക്കുന്നാഥൻ്റെ ഈ സന്നിധിയിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ചൂട് അസഖ്യമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലും ചൂടിന് കുറവൊന്നുമില്ല. അസഖ്യമായ ചൂട് ആയിരുന്നിട്ട് കൂടി പൂരത്തിൻ്റെ ആവേശത്തിൽ, പൂരത്തിൻ്റെ ആവേശക്കുളിർമയിൽ ചൂടിനെ വകവയ്ക്കാതെ 10,000-കണക്കിന് ആളുകൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ പൂരപ്പറമ്പിൽ നിൽക്കുമ്പോൾ, ഭക്തിപ്രകർഷത്തിൽ, പൂരത്തിൻ്റെ ആവേശത്തിൽ നിൽക്കുമ്പോൾ ചൂടിൻ്റെ അസഹനീയത ഒരു പ്രശ്നമായി കാണുന്നില്ല. ഈ ആനന്ദത്തിൻ്റെ മഹാസമുദ്രം തന്നെയാണ് ഇവിടെ ഉള്ളത്. പൂരത്തിൻ്റെ പ്രത്യേകതകൾ അതറിഞ്ഞ് ആസ്വദിക്കാൻ അവതരിക്കേണ്ടത് ഈ ഹരിതഭൂവിൽ മഹാത്ഭുതങ്ങൾ ഒന്നിലേറെ നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ എത്തിച്ചേരാനും കണ്ണു നിറയെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും കാത്തിരിക്കുന്നവർ എത്രയാണെന്ന് കണക്കില്ല. കേട്ടവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന് പറയാം ഈ സഖ്യൻ്റെ നാട്ടിലേക്ക്. പുറത്ത് കണ്ടു തീർന്ന ലോകമല്ല ഇവിടെ ധന്യമായ ഒരു സാമ്രാജ്യമാണ്. പകർത്താനും കുറിക്കാനും കുതിച്ചു പാഞ്ഞാൽ എന്നാലും ചെറിയൊരംശമേ കിട്ടൂ. കനത്ത നിലവറയാണ് ഈ ഭൂമി. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭാപൂരം അത് പറഞ്ഞു തീർക്കാനാവില്ല. ഇവിടെ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമോ എന്നാണ് തൃശ്ശൂരിനെ വിശേഷിപ്പിക്കുന്നത്. നിമിഷങ്ങൾക്കകം ഈ മണ്ണിൽ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം ജനനിബിഡമായി തീരും. ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും കാഴ്ചക്കാരും മാധ്യമപടയും എത്തിക്കഴിഞ്ഞു തൃശ്ശൂർ പൂരത്തിന്. അപമാനഭാരത്താൽ ഒരു ദേശം മുഴുവൻ ദുഃഖത്തിൽ മൂടിക്കെട്ടി നിന്നപ്പോൾ അതിൽ നിന്ന് കൈപിടിച്ചുയർത്തിയത് ശക്തൻ തമ്പുരാൻ, മലയാളക്കരയുടെ ശക്തനായ ശക്തൻ തമ്പുരാൻ. കൊച്ചി സീമ ഭരിച്ച് എന്നും ഓർമ്മിപ്പിക്കാൻ തക്കവണ്ണം നിരവധി ബിന്ദുക്കൾ ഉയർത്തിയ മഹാനായ ഭരണാധികാരി. ആറാട്ടുപുഴയിലെ പൂരത്തിൽ പങ്കെടുത്ത് ആറാട്ട് കുളിക്കാൻ 108 ദുർഗമാരും വന്നിരുന്ന ആ പഴയ പ്രതാപകാലം, അതിൽ പങ്കാളിയാവാൻ തൃശ്ശൂരിലെ ദേവതമാർക്ക് ഒരു ഘട്ടത്തിൽ സാധിക്കാതെ വന്നു. പേമാരി ചതിച്ചതായിരുന്നു കാരണം. ചിലർ തിരിച്ചുപോയി. ഒരു ദേവി ഒരു മാടത്തിൽ ഇറങ്ങിയിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ തീണ്ടൽ കൽപ്പിച്ച് തുടർന്നു വരുന്ന വർഷത്തിൽ ഇവർക്ക് ആറാട്ടുപുഴയിൽ പ്രവേശനം നിഷേധിച്ചു. ഈ സങ്കടം തീർത്ത തമ്പുരാൻ മീനത്തിലെ പൂരത്തിനു പകരം മേടത്തിലെ പൂരം തൃശ്ശൂർ നഗരത്തിൽ നടത്തുവാൻ ഉത്തരവായി. ശക്തൻ തമ്പുരാന്റെ രൂപകൽപ്പന ചെയ്ത പൂരം ഇന്ന് പ്രൗഢിയിൽ നിറഞ്ഞ്, വിശ്വാസമാകെ നിറഞ്ഞ്, വിശ്വനാഥനായ ശിവപുരത്തിൻ്റെ നാഥൻ എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നു. 7ഓളം പൂരങ്ങൾ വന്നു ചേർന്ന് നഗരം തിറയുമ്പോൾ ഇത് പൂരങ്ങളുടെ പൂരമായി. 7 ചെറുപൂരങ്ങൾ ഈ പൂരനഗരിയിലേക്ക് കടന്നു വരുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും പൂരം കടന്നു വരുന്നു. അതിനെല്ലാം സാക്ഷിയായി പൂരങ്ങളുടെ ഗരിമയും പ്രൗഢിയും അതിൻ്റെ ചാരുതയുമെല്ലാം ഓരോരോ കാലത്തും ഓരോരോ മാറ്റങ്ങളുമായി, എന്നാൽ പ്രൗഢിയുടെയും കൃകൃത്യതയുടെയും നിഷ്ഠയുടെയും
കഠിനതകളൊന്നും ചോർന്നു പോകാതെ പൂരങ്ങൾ കടന്നു വരുമ്പോൾ കൈലാസാധിപനായ ഭഗവാൻ നീലകണ്ഠൻ ഇതെല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുന്നു. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത. വാദ്യരംഗത്തെ മുടിചൂടാമന്നന്മാർ, പേരെടുത്ത കൊമ്പന്മാർ, വെടിക്കെട്ടിൽ കവിത രചിക്കുന്ന കേമന്മാർ, പട്ടുക്കുടയോടക്കമുള്ള ആനച്ചമയങ്ങളിൽ തീർക്കാൻ വൈദഗ്ധ്യമുള്ളവർ, കമനീയ പന്തൽപ്പണിയിൽ ഖ്യാതി നേടിയവർ, അങ്ങനെ പ്രഗത്ഭന്മാർ ഒത്തുചേരുന്നതാണ് പൂരം. തിരുവമ്പാടിയും പാറമേക്കാവും മത്സരത്തിൻ്റെ പിടിവലിയിലായിരുന്ന ഒരു കാലത്ത് പിന്നീട് സ്വയം നിയന്ത്രണം മത്സരം ഇപ്പോൾ ഏറെക്കുറെ ഉപേക്ഷിച്ചിരിക്കുന്നു. മേടമാസത്തിലെ പൂരം അർദ്ധരാത്രിയുള്ളപ്പോഴാണ് തൃശ്ശൂർ പൂരം. അന്നത്തെ ദിവസം പുലർച്ചെ മുതൽ തുടങ്ങി പിറ്റേന്ന് മധ്യാഹ്നത്തോടെ യാത്ര പറഞ്ഞ് പിരിയും വരെ പൂരത്തോട് പൂരമാണ് ഈ മഹാനഗരിയിൽ. കരിമരുന്നിൻ്റെ ഗന്ധം എങ്ങും നിറഞ്ഞു നിൽക്കും. ഇതിനൊപ്പം ആനച്ചൂര്. എവിടെ നിന്നും പൂരത്തിന് 2 നാൾ മുൻപേ ആനച്ചമയങ്ങൾ പ്രദർശനത്തിലെത്തും. പുതിയതായി നിർമ്മിച്ച ആടയാഭരണങ്ങൾ കൊണ്ടാണ് തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ പൂരത്തിനിറങ്ങുന്നത്. പൊരിവെയിലിന് ജ്വാലയിൽ നെറ്റിപ്പട്ടം തിളങ്ങുന്നത് ഹൃദ്യമായ ആ കാഴ്ചയാണ്. അങ്ങനെ ഓരോ വർഷവും പ്രശസ്തിയിൽ നിന്ന് പ്രശസ്തിയിലേക്ക് കുതിക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ദൃശ്യങ്ങൾ ഇലഞ്ഞിത്തറ മേളം അല്പനിമിഷങ്ങൾക്കും ആരംഭിക്കും. ഇലഞ്ഞിത്തറ മേളത്തിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പൂരപ്പറമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും കടന്നു.